ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈത്തപ്പഴവും ക്യാരറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്മേൽ ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ ഒരു ബൗളിലേക്ക് 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ 1/2 കപ്പ് ഈത്തപ്പഴം ചെറുതായി കട്ട് ചെയ്തതും 1/4 കപ്പ് കാഷ്യൂ നട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇത് കേക്കിലേക്ക് ചേർക്കുന്ന സമയത്ത് ഈ മൈദപ്പൊടി മിക്സ് ചെയ്യാതെ ചേർക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് താഴ്ന്ന് കേക്കിന്റെ അടിഭാഗത്ത് മാത്രമായിട്ട് അങ്ങ് കിടക്കും. ഇങ്ങനെ മൈദപ്പൊടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിന്റെ എല്ലാ ഭാഗത്തുമായിട്ട് നല്ല ഭംഗിയിൽ അങ്ങനെ കിടക്കും കേട്ടോ. ഇനി ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കാരമലും കൂടെ വേണം, അതൊന്ന് റെഡിയാക്കാം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ 1/2 കപ്പ് പഞ്ചസാരയെ ഒരു പാനിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കൊന്നും ചെയ്യാതെ ഹൈ ഫ്ലെയിമിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ പഞ്ചസാര ഉരുകിയിട്ട് ഒരു യെല്ലോ കളറായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ തീ പറ്റെ കുറച്ച് വെക്കണം. ഈ പഞ്ചസാര കാരമൽ എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പൊ പഞ്ചസാര ഉരുകി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഉരുകി വരുന്ന സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ. ഇത് കളർ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് തീ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇത് കളറ് മാറി ഒരു യെല്ലോ കളറായിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഉടനെ തന്നെ തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പഞ്ചസാര കാരമൽ കരിഞ്ഞിട്ട് ഇത് മൊത്തത്തിൽ കയ്പ്പ് രസം വരും. അപ്പൊ നമ്മൾ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് മൊത്തത്തിൽ കയ്പ്പ് രസമായിട്ട് മാറും കേട്ടോ. ഇതാ കണ്ടു, ഇപ്പൊ കളർ ചേഞ്ച് ആയി യെല്ലോ കളർ ആയിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ പറ്റ ലോ ഫ്ലെയിമിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു പഞ്ചസാര കാരമലിന്റെ കളറിനനുസരിച്ചിട്ടിരിക്കും നിങ്ങളുടെ കേക്കിന്റെ കളർ കേട്ടോ. അപ്പോൾ കളറൊക്കെ നല്ല ഡാർക്കായി വരാൻ വേണ്ടിയിട്ട് ആരും തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പഞ്ചസാര കാരമൽ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കേക്കിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറും. ഞാൻ പിന്നെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിക്കുകയാണ്, അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ പഞ്ചസാര കാരമൽ റെഡി ആയിട്ടുണ്ട്, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ പഞ്ചസാര കാരമലിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പൊ കയ്യിലേക്കൊക്കെ തെറിക്കും. അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര കാരമൽ ഇതുപോലെ കട്ടിയായിട്ട് വരും. അത് കണ്ടിട്ട് ആരും ടെൻഷൻ ആവണ്ട, കാരണം അത് വീണ്ടും ആ വെള്ളത്തിൽ അങ്ങ് ഉരുകിക്കോളും ട്ടോ. ഈ ഒരു വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തീ നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ട്ടോ. ഇപ്പോ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്കിന് നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കാം. ഇതിനായിട്ട് ഇപ്പൊ ഞാനൊരു 3 മുട്ട ഒരു വലിയ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വിസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാൻഡ് ബീറ്ററും ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോ ഓയിലും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര കാരമലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പറ്റ തണുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ചൂടോട് കൂടെ ആരും ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
അങ്ങനെ ഇപ്പോ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ചേർക്കേണ്ടത്. ഇത് തരിച്ച് ചേർക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്, കട്ടയൊക്കെ ഉണ്ടെങ്കിൽ പോവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനൊരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണോളം ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണോളം സിനമൺ പൗഡർ, അതായത് നമ്മുടെ പട്ട പൊടിച്ചെടുത്ത പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തരിച്ചിട്ട് താഴെയുള്ള ബാറ്ററിലേക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിന്റെയും ഈത്തപ്പഴത്തിന്റെയും കാഷ്യൂനട്ട്സിന്റെയും ഒക്കെ കൂട്ടില്ലേ, ആ കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ അടിയിലും സൈഡിലും ആദ്യം നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. സൈഡിൽ കൂടുതൽ തേക്കണ്ട, സൈഡിൽ കൂടുതൽ തേച്ച് കഴിഞ്ഞാൽ കേക്കിന്റെ സൈഡിൽ ക്രിസ്പി ആയിട്ട് പോവും. അപ്പൊ അടിവശത്ത് കൂടുതലായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഞാനിപ്പോ ഇതിന്റെ അകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കാണ് കേട്ടോ. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ചു കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇല്ലാത്തവര് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിന്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോ ഇതുപോലെ ഒരു പാനിലാണ് ബേക്ക് ചെയ്യണത്. ഇതിന്റെ അകത്ത് ഞാനൊരു വയർ റാക്കും ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ആദ്യം നന്നായിട്ട് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതിന്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്യുക കേട്ടോ. ആ 40 മിനിറ്റ് ടൈമും ഈ ഇതിന്റെ മൂടി തുറന്ന് നോക്കിയേ ചെയ്യരുത്. അപ്പൊ കേക്കിന്റെ മുകൾ ഭാഗം നന്നായിട്ട് പൊങ്ങി വരില്ല. പിന്നെ ഈ സെയിം ബാറ്റർ തന്നെ നിങ്ങൾക്ക് ഓവനിലും കുക്കറിലും ഒക്കെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ 40 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചൂട് പോവാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ചൂട് പോയതിനു ശേഷം മാത്രമേ ഈ കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാൻ പാടുള്ളൂ. ടിന്നിന്റെ അകത്തുനിന്നും കേക്കിനെ എടുത്തു മാറ്റാനായിട്ട് ആദ്യം ഇതുപോലെ സൈഡ് ഒന്നൊരു കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് വിടിവിച്ചെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കമിഴ്ത്തി വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് തന്നെ ടിന്നിന്റെ അകത്തുനിന്ന് വിട്ട് കിട്ടും കേട്ടോ. ഇപ്പതാ കേക്കിനെ ടിന്നിന്റെ അകത്തുനിന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തോണ്ട് അതൊന്ന് എടുത്തു മാറ്റുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ക്യാരറ്റ് ഈത്തപ്പഴം കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഉഷാർ കേക്കായി, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യുക കേട്ടോ. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ഈ ചാനലിലെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു ബെല്ലൈക്കൺ കാണാം, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.